കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ജയപ്രകാശും രശ്മി ചേച്ചിയും, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇവരെ രണ്ടുപേരെയും ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. കൂടാതെ ഈ കഴിഞ്ഞ ജാനുവരിയിൽ വിവാഹം കഴിച്ച, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ച 2 വ്യക്തികളാണിവർ. ഇവരുടെ വിവാഹം അത്യാവശ്യം സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. ആഘോഷിക്കാൻ 2-3 റീസൺസ് ഉണ്ട്. അതിൽ ആദ്യത്തെ റീസൺ, ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സ് മരണപ്പെടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ പരിചയമുള്ള ആളുകളാണ്. ഈ ജയപ്രകാശ് ചേട്ടന് ഈ ചേച്ചിയെ ഇവരുടെ ചെറുപ്പകാലത്ത് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അന്ന് തുറന്നു പറഞ്ഞില്ല. പക്ഷെ ഈ അടുത്ത് ഇതങ്ങ് തുറന്നു പറഞ്ഞു. അതിനുശേഷം ഇവരുടെ മക്കളൊക്കെ ഇടപെടുന്നു. രണ്ടുപേരെയും അങ്ങ് വിവാഹം കഴിപ്പിക്കുന്നു ഈ കഴിഞ്ഞ ജാനുവരിയിൽ. അതുകൂടാതെ അന്നത്തെ ദിവസം ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 1-2 ചോദ്യങ്ങൾ, അതിലെ ഒരു ചോദ്യങ്ങൾക്കല്ല, ഒരു ചോദ്യത്തിന് ഈ രശ്മി ചേച്ചി ഒരു ഡയലോഗ് അടിച്ചു. ഡയലോഗ് ഇൻ ദ സെൻസ്, ചേച്ചി പറഞ്ഞു 40 വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ്. അറിയാതെ അവരുടെ വായിൽ നിന്ന് വീണുപോയതാണ്. 40 വർഷം മുമ്പ് ഈ ചേട്ടന് ചേച്ചിയോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അവർ ഓൺലൈൻ മീഡിയക്കാരോടൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അവരുടെ ചോദ്യങ്ങൾ, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അങ്ങനെയുള്ളൊരു പരിപാടി ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞപ്പോൾ നാക്കൊന്ന് തെറ്റി, പണി കിട്ടി, നല്ല രീതിയിൽ അന്ന് ആഘോഷിച്ചു സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവരുടെ ജീവിതമായിട്ട് അങ്ങ് പോയതായിരുന്നു ഒരു മൂലയിലൂടെ. പക്ഷേ ഈ രശ്മി ചേച്ചിയുടെ മകൾ, ഇളയ മകളാണെന്ന് തോന്നുന്നു, ആ കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. കൂടുതലൊന്നും പറയണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി, ഈ ചേട്ടനും ചേച്ചി, ജയപ്രകാശ് ചേട്ടനും രശ്മി ചേച്ചി, ഇവർ പുറത്തെവിടെ തായ്ലാൻഡിലൊക്കെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത് വന്നപ്പോൾ അവരെ കാണാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു, ഒരു ഹോം ടൂർ എടുത്തു. ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഡയറ്റിനെ പറ്റി, ഭക്ഷണ രീതിയെ പറ്റി ആ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ജയപ്രകാശ് മോൻ, പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി ഭക്ഷണം കഴിക്കും, ഞാനും ആ രീതിയിൽ കഴിക്കണം എന്നുള്ളൊരു ചെറിയ വാശിയൊന്നുമില്ല, പക്ഷെ അങ്ങനെ കഴിക്കണം എന്നൊരു നിർബന്ധം. വാശിയല്ല, നിർബന്ധം. കേട്ടോ, നിങ്ങൾ അത് ആലോചിച്ചോണം. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്, കേൾപ്പിക്കാം ഞാനതൊക്കെ. അപ്പം എന്താണെങ്കിലും രാത്രിയിലൊന്നും ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി കഴിക്കുന്ന ഒരു വ്യക്തിയല്ല രാത്രിയിൽ. അതുകൊണ്ട് ചേച്ചിക്കും കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഈ ജയപ്രകാശ് മാമനെയും കൂടാതെ ഈ രശ്മി ചേച്ചിയുടെ ഈ വീഡിയോ എടുത്തിട്ട മോളെയും ഒക്കെ നാട്ടുകാർ പിടിച്ചങ്ങാട്ടി. അപ്പോൾ ആ ആട്ടൽ മോക്കു കൊണ്ടു രശ്മി ചേച്ചിക്കും സങ്കടമായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ന്യായീകരണം, ഒരു ചെറിയ കഥ പറച്ചിലുമായിട്ട് മോള് വീണ്ടും രംഗത്ത് വന്നു. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും വന്നിരുന്ന് കഥ പറഞ്ഞ് നാട്ടുകാരുടെ ഇത് തെറി മേടിച്ചുകൊണ്ടിരിക്കുക. കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം വന്നിരുന്നങ്ങ് മെഴുകുക. ആ രശ്മി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും കേട്ടതാണ്. ജനങ്ങൾക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതുമാണ്. പിന്നെ ഇതൊന്നും നിങ്ങൾ ജനങ്ങളുടെ അടുക്കലോട്ട് എത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളായിട്ട് തന്നെ കുടുംബത്തിനെ പിടിച്ച് എടുത്തിട്ട് കൊടുത്തതാണ് വലിച്ചു കീറാൻ. അത് ആദ്യമേ ഈ മോളൊന്ന് ഓർക്കുക. ഇനി അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കഥകൾ, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കി ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ കട, അച്ഛന്റെ ഹോട്ടലിൽ. ബാക്കി കേൾക്കാമേ. അതിന് മുമ്പൊരു കാര്യം, രശ്മി ചേച്ചിയുടെ മകളാണ് വന്നിരുന്ന് അങ്കിളിനെ നല്ല രീതിയിൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെളുപ്പിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നല്ല ആട്ട് കിട്ടും. ചിലപ്പോൾ ഇനി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതായിരിക്കും കാര്യം, മനസ്സിലായോ? കാരണം അന്ന് ആ ലേഡി രശ്മി എന്ന് പറയുന്ന സ്ത്രീ അവർ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. മകളെ ഓക്കെ, അവർക്ക് പ്രോപ്പറായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടത്തിന് ഭക്ഷണം, പ്രത്യേകിച്ച് ഈ ഒരു പ്രായമായി അവർക്ക്, മനസ്സിലായോ? അവർക്ക് ഇഷ്ടത്തിനുള്ള ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക്? അല്ലെങ്കിൽ ഹെൽത്ത് അവർക്ക് നോക്കണമെന്ന് അവർക്ക് തോന്നണം. അല്ലാതെ മക്കളും ഭർത്താവും ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യേണ്ടത്.
അവർക്ക് ഇടയ്ക്കൊക്കെ അവരുടെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റണോടോ. അറ്റ്ലീസ്റ്റ് 3 നേരം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആ ലേഡി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവർക്ക് രാത്രിയിൽ അവർ കഴിച്ചോ ഇല്ലയോ എന്ന് പോലും ആ ചേട്ടൻ തിരക്കാറില്ല എന്ന്. കാരണം പുള്ളി കഴിക്കാറില്ല. ഇങ്ങനെ തന്നെയാണ് അയാൾ പറഞ്ഞത്. വീണ്ടും ഞാൻ ആ ക്ലിപ്പ് കട്ട് ചെയ്ത് ഇവിടെ കയറ്റാൻ നിൽക്കുന്നില്ല. വ്യക്തമായിട്ട് പുള്ളി എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചെവി കിടക്കുക. ഞാൻ ഓൾറെഡി അത് കേൾപ്പിച്ചതാണ് എൻ്റെ പഴയ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, പുള്ളി രാത്രി കഴിക്കത്തില്ല, അതുകൊണ്ട് എൻ്റെ കാര്യവും തിരക്കാറില്ല. അവരതൊക്കെ പറഞ്ഞിട്ടും എങ്ങനെയാണ് മകളെ വന്നിരുന്ന് ആ വ്യക്തിയെ ഇങ്ങനെ മോക്ക് വെളുപ്പിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. ഓറഞ്ചും ആപ്പിളും ഒക്കെ പണ്ട് നല്ല രീതിയിൽ കഴിച്ചോണ്ടിരുന്ന ഫ്രൂട്ട്സ് അല്ലേ, അത് കഴിക്കുന്നതിന് എന്താ കുഴപ്പം? എനിക്കറിയത്തില്ല. ഈ ചിക്കനും മട്ടനും ഒക്കെ ഗീയിലിട്ട് അടിച്ചാലും കണക്കാടേ. അതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്ററാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. അധികമായാൽ അമൃതും വിഷമാണ്. പക്ഷെ അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അവർ കഴിക്കട്ടെ, അല്ലാതെ ഡെയിലി ബർഗറും പിസ്സയും വേണമെന്നൊന്നും അവർ പറയുന്നില്ലല്ലോ. അല്ല, ഈ മകള് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചുമ്മാ ഇരുന്നങ്ങ് കുടിക്കും. എന്തൊക്കെയാണോ ആ അമ്മയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്നത്. ബാക്കി കേൾക്കാം. ഈ ബിസിനസ് ആയിരുന്നു. പണ്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയി എത്രയാ ഇപ്പൊ ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രയോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 5 ഒരു 2 3 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ, കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രത്യേകിച്ചും രോഹിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്കിളുടെ മൂത്ത മകൻ രോഹിത്തിന്റെ കാര്യമൊക്കെ പറയാം. രോഹിത് മറ്റേ അങ്ങേരുടെ അങ്കിളിന്റെ മോനാ. അങ്കിളിന് ഇഷ്ടമല്ല, അങ്കിള് കഴിക്കത്തില്ല, അത് അങ്കിളിന്റെ ചോയ്സ് അല്ലേ എന്ന് പറയുന്ന മോള് ഒരു കാര്യം കൂടെ പറയുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അമ്മയെ പറ്റി ഒന്ന് പറയുക. നിങ്ങളുടെ അമ്മ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത് അവരുടെ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, അവർ എത്ര കഴിക്കണമെന്നുള്ളത്. ഒരു 2 മിനിറ്റ് മുമ്പ്, 2 മിനിറ്റ് ഒന്നുമല്ല, കുറച്ച് സെക്കൻഡ്സ് മുമ്പാണ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയ പാവം മനുഷ്യൻ, ഈ രശ്മിയുടെ ആ ലേഡിയുടെ അവരുടെ പേരും എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി. എന്താണെങ്കിലും അവരുടെ ആദ്യ ഭർത്താവും മറ്റേ ജോലിയൊക്കെ കഴിഞ്ഞ് കടയൊക്കെ പൂട്ടിയാൻ കണ്ട് വരുമ്പോഴത്തേക്ക് 2 കിലോ ഓറഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി 2 പേരും കൂടെ കുത്തിയിരുന്നൊക്കെ തിന്നുമായിരുന്നു. 2 കിലോ ഓറഞ്ചൊക്കെ കാണുന്നവരെന്താ പൊട്ടന്മാരാണോ ചേച്ചി? രാത്രി കുത്തിയിരുന്ന് 2 പേർക്കും കൂടെ ഇരുന്ന് തിന്നു തീർക്കാൻ പറ്റുമോ 2 കിലോ ഓറഞ്ചൊക്കെ? വോട്ടവ് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, കഴിക്കുമായിരിക്കും ചിലപ്പോൾ. പോട്ടെ, മോളാണല്ലോ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷേ ഈ അങ്കിളിന്റെ കാര്യത്തിൽ, ജയപ്രകാശ് അങ്കിളിന്റെ കാര്യത്തിൽ പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ ചോയ്സ് ആണെന്നൊക്കെ പറയുന്ന മോള് സ്വന്തം അമ്മയുടെ കാര്യത്തിലും കൂടെ ഒന്ന് കാണിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവരെന്ത് കഴിക്കുന്നു അത് അവരുടെ ചോയ്സ് ആണ്, മനസ്സിലായില്ലേ? വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്, ഹെൽത്തിനെ പറ്റിയിട്ടും. അവരുടെ മോൻ മറ്റേ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ജയപ്രകാശിനെ കറക്റ്റായിട്ട് ഹെൽത്ത് അനലൈസ് ചെയ്യുന്നുണ്ടെന്നും പുള്ളിയുടെ ഇതൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത്. പുള്ളിയുടെ ചോയ്സ് അല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ ചോയ്സ് അല്ലേ, അതെന്താ പറയാത്തത്? ബാക്കി ഉള്ളത് പോളണ്ടിലാണ്. രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത്ത് അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം ഒരു അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊളസ്ട്രോളൊന്നും ഇത് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്കിളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അങ്കിളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ഇവർക്ക് അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചേച്ചി, അങ്കിള് കഴിച്ചോട്ടെ. അങ്കിളിന്റെ മോൻ പോളണ്ടിൽ ഇരുന്നുകൊണ്ട് പുള്ളിയുടെ ഹെൽത്ത് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് ഓക്കെ, പുള്ളി ചെയ്തോട്ടെ. ആ മനുഷ്യനും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് കാണുവടേ. മോൻ ഇത്ര അനലൈസ് ചെയ്ത് കൊടുക്കുന്നോണ്ടായിരിക്കും പുള്ളിയും മറ്റേ പുഴുങ്ങിയ രാവിലെ ബട്ടർ ഇട്ട് മുട്ടയും ഇതൊക്കെ മാത്രം ഏറ്റിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാരല്ലേ? എന്താണെങ്കിലും ജനിച്ച് ഒരു ദിവസം ചാവൂടെ, ചത്തുപോകും ഒരു ദിവസം. അസുഖമൊക്കെ വന്നൊക്കെ ആയിരിക്കും തീരുന്നത്. ഹെൽത്ത് നോക്കണം, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് ജിമ്മിൽ പോകണം, പ്രോപ്പറായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യണം, എല്ലാം വേണം, വേണ്ടാന്നല്ല.
പക്ഷെ ഒരു ലിമിറ്റില്ലേ, ഒരു ലിമിറ്റില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് 3 നേരം കഴിക്കണ്ടേ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ സ്ത്രീയെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് രാത്രിയിൽ അവർ കഴിക്കുന്നു പോലും അയാൾ തിരക്കാറില്ല, അയാൾ കഴിക്കാത്തതുകൊണ്ട്. അതാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞത്. നിങ്ങൾ അതൊന്നും എന്താ പറയാത്ത? അതിനെപ്പറ്റി ഒന്നും എന്താ സംസാരിക്കാത്ത? വന്നിരുന്ന അങ്കിളിനെ അങ്ങോട്ട് മറ്റേ തടവി അങ്ങ് സുഖിപ്പിക്കുക. ജനങ്ങൾ മണ്ടന്മാരല്ല. ഒന്നാമത്തെ കാര്യം, ഈ കുടുംബത്തിലെ കാര്യം വന്നിരുന്ന് പറയാൻ നിൽക്കരുത്. അത് പറഞ്ഞു, അവിടെ തന്നെ നിങ്ങൾ തീർന്നു. പിന്നെ അതിനെ ന്യായീകരിക്കാൻ അടുത്ത വീഡിയോ, ഇനി ഇതിനെ ന്യായീകരിക്കാൻ അടുത്ത വീഡിയോ. കൂടുതൽ നാളത്തേ ഉള്ളൂ, ബാക്കി നമുക്ക് കേൾക്കാം. നിങ്ങളെക്കാട്ടും കൂടുതൽ ഞാൻ സ്നേഹിക്കില്ല. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ അങ്കിളിനെ അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെ അമ്മയും എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ആരും സ്നേഹിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നില്ല. ഇപ്പൊ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാനും പോകുന്നില്ല. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ കഥ പറയുമ്പോൾ നാട്ടുകാർ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടും. പിടികിട്ടിയോ? നിങ്ങളെ നിങ്ങളുടെ അച്ഛനെയും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്കിളിനെയും അമ്മയും നോക്കത്തുള്ളെങ്കിൽ കറക്റ്റാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഈ പറയുന്ന നാട്ടുകാരും കൊണ്ടുപോകത്തില്ല ചേച്ചി, ഉള്ളതാ. പക്ഷെ നാട്ടുകാർ അഭിപ്രായം പറയും വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ. എന്തിനാ? അവർ സുഖമായിട്ട് സുന്ദരമായിട്ട് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചു പോകത്തില്ലായിരുന്നോ? നിങ്ങളല്ലേ വലിച്ച് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടേ അവരെ. എന്ത് കാര്യത്തിന്? എന്നിട്ട് അവരുടെ ഡയറ്റിനെ പറ്റി ചോദിക്കുന്നു. എന്നിട്ട് കുത്തിയിരുന്ന് മറ്റേ തമാശ രീതിയിൽ സംസാരിച്ചതായിരിക്കാം. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കരുത്. പഠിച്ചല്ലോ, കിട്ടിയല്ലോ ആവശ്യത്തിന്. ഇത് മനസ്സിൽ വെച്ചേക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് മനസ്സിൽ വെക്കുക. എന്നിട്ടിനിയും കഥകൾ പറയാൻ ഇറങ്ങുക. ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തിക്കൂ. ഈ ന്യായീകരണം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൂടുതലില്ലെങ്കിൽ നിങ്ങൾ കിടന്ന് നാർത്തേ ഉള്ളൂ. അടുത്തൊരു ക്ലിപ്പ്. അങ്കിൾ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം, ഇപ്പം എത്രയാ, ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്? അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണൽ, അല്ലെങ്കിൽ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യുന്നു എന്നൊന്നും അമ്മ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ മോളെ. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതൊന്നും പുള്ളി സമ്മതിക്കുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അല്ലാതെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡയറ്റ് എടുക്കാൻ എന്ന് അമ്മ പറയുന്നത് ഞങ്ങൾ ആരും കേട്ടില്ല. മോൾ അങ്ങനെ അതിനെ തിരിച്ചു വിടാതെ, ഓക്കെ കൊള്ളാം, പരിപാടി കൊള്ളാം, തിരിച്ചു വിടാൻ ശ്രമിക്കുന്ന ആ ഒരു കളി കൊള്ളാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ, ജനങ്ങൾ പൊട്ടന്മാരല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പേഴ്സണൽ കാര്യങ്ങൾ, പേഴ്സണൽ ലൈഫിനെ എടുത്ത് ഈ എക്സ്പോസ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ സൂക്ഷിക്കണം. കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നാട്ടുകാർ കള്ളം കയ്യോടെ പൊക്കും. പിന്നെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരു കാര്യവും ഇല്ല. ബാക്കി അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്? അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ എഗ്ഗ് ആയിരിക്കും കഴിക്കുന്നത്, ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട, പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ, വില കൂടിയ നെയ്യിലൊക്കെ സോട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് വുഡ് ഞാൻ പറയുന്നു, എൻ്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ്, മുട്ടിൻ്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പോൾ നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും, ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണ്. മതി. അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ മോള് പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവർ നന്നായിട്ടിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചാൽ എന്താ മോളെ കുഴപ്പം? മോളെ ഇന്നത്തെ കാലത്ത് ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ മുട്ട ഉണ്ടാക്കി അങ്ങോട്ട് കയറ്റുക, ബ്രൗൺ ബ്രെഡ് കയറ്റുക എന്നിതൊക്കെ നമ്മൾ തുടങ്ങിയോ അന്ന് തൊട്ടാ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. സത്യം പറയാലോ, പണ്ട് കാലത്തെ ആൾക്കാരെ നോക്ക്, രാവിലെ നല്ല അങ്ങോട്ട് കുഴച്ചിച്ചിരി മീൻചാറും ഒക്കെ പിടിച്ചിട്ട് ഇത്തിരി പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങും.
ഒരു കുഴപ്പമില്ല, അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു, നല്ല നല്ല അവരുടെയൊക്കെ നല്ല പ്രായം വരെ. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് ഒന്നും ഇല്ല. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാ, രാവിലെ ഓംപ്ലേറ്റ്, മറ്റേ സാധനം എന്താണ്, അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇങ്ങനെ മറ്റേ ചിക്കൻ ഇങ്ങനെ നീളത്തിയിരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ കുറെ കിടിപിടികളുണ്ട്. ബ്രൗൺ ബ്രെഡും ബട്ടറും ബ്രെഡും സോസേജും, ഇതൊക്കെ തന്നെ ആടേ. പിടികിട്ടിയോ? ആ അമ്മ പാവം അവർക്ക് ഇഷ്ടമുള്ള കഴിച്ചുകൊണ്ട് ജീവിക്കട്ടെന്നേ. അതിനകത്ത് കൈയിട്ട് ഇളക്കാതെ, അതേ ഞാൻ പറഞ്ഞുള്ളൂ. മോക്ക് ഭയങ്കര മറ്റേ കരുതലുണ്ടല്ലോ അങ്കിളിന്റെ കാര്യത്തിൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്കിളിന്റെ ചോയ്സ് ആണ്. സ്വന്തം അമ്മയുടെ കാര്യത്തിൽ അത് കാണിക്ക്. മനസ്സിലായോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്കിളിന്റെ കാര്യത്തിൽ മാത്രം സ്വന്തം ചോയ്സ് പിടിക്കാതെ. പിന്നെ ഇപ്പൊ അവർക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറയുന്നു. നേരത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ രാവിലെ വില കൂടിയ എണ്ണയ്ക്കകത്ത് മുട്ട പുഴുങ്ങി അങ്ങോട്ട് തിന്നുന്നോണ്ട് എല്ലാം അങ്ങ് മാറി. ഇവിടെ രാവിലെയൊക്കെ ഉണ്ടല്ലോ ഈ 4 പുഴുങ്ങിയ മുട്ടയല്ലാതെ ചില ആളുകൾക്ക് വയറ് നിറച്ച് വല്ല ദോശയോ ഇഡലിയൊക്കെ കഴിക്കാൻ തോന്നും. അവരങ്ങനെ കഴിക്കട്ടെ. ജീവിക്കുന്ന എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തോന്നിയതാണ്. വേണം, ഞാനത് നേരത്തെ പറഞ്ഞ ആവശ്യത്തിനുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന പൈസ ഇതൊക്കെ എന്തിനാ? ചാവാൻ നേരത്തെല്ലാം പൊക്കിക്കൊണ്ട് പോവോ? ഇല്ലല്ലോ. ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കാണേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങ് പോവുക. പിടികിട്ടിയോ? എന്താണെങ്കിലും ഇന്നത്തെ കാലത്ത് പെട്ടെന്നൊന്നും അങ്ങ് പോകത്തില്ല. അനുഭവിച്ച് തന്നെ എല്ലാവരും പോകത്തുള്ളൂ. കാരണം നമ്മുടെയൊക്കെ കയ്യിരിപ്പ് അങ്ങനെയാണല്ലോ. എന്തായാലും നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. കുറ്റം പറയുന്ന ആൾക്കാർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും അമ്മയാണ്. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അമ്മയെ നമ്മൾ എത്രത്തോളം നോക്കും, നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എത്രത്തോളം കാര്യമായിട്ട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതേപോലെ തന്നെയല്ലേ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും അമ്മയുടെ കാര്യങ്ങളും. ഇപ്പൊ കല്യാണം കഴിച്ചു വിട്ടു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു വിട്ടു, കല്യാണം ഓക്കെ അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ ഇപ്പൊ ഞങ്ങൾ ആരും അമ്മയെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മയ്ക്ക് വീടുണ്ട്, അമ്മയ്ക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്കിളുടെ പൈസ വെച്ചിട്ട് ജീവിക്കേണ്ട ഒരാളല്ല അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ആ കാർഡ് കൊടുത്ത് അമ്മയ്ക്ക് മേടിക്കാൻ പറ്റും. പിന്നെ എന്റെ അമ്മയായിട്ട് പറയല്ല, ഒരു ചേച്ചി അമ്മയ്ക്ക് മേടിക്കാൻ പറ്റുമായിരിക്കും, ഇല്ലാന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷെ അമ്മ വേറൊരുത്തനുമായിട്ട് ജീവിക്കുക ഇപ്പൊ. മനസ്സിലായില്ലേ? അവൻ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞിരിക്കുന്ന ഒരാള്. വേണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടേച്ചങ്ങ് വരാം, സ്വന്തമായിട്ട് വീടുണ്ട് കാശുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ന് ഇവിടെ പല ആളുകളും പല വീട്ടുകളിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്നതിൻ്റെ, പല സ്ത്രീകളും കടിച്ചു പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം അവരുടെ കാശില്ലാത്തതുകൊണ്ടായിരിക്കത്തില്ല, നാണക്കേട്. ആ ഒരൊറ്റ സാധനം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ അമ്മയുടെ കേസിൽ ഈ പ്രായത്തിൽ പോയി വീണ്ടും ഒരു വിവാഹം, അത് വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും എല്ലാവരും അവരെ കുത്തുവിട്ടുണ്ട്. പിടികിട്ടിയോ? അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ സ്ത്രീ ഇങ്ങനെ അങ്ങ് പോട്ടെ ഇനിയും എന്നും പറഞ്ഞ് നിൽക്കുന്നത്. പറയാൻ പറ്റത്തില്ല, മനുഷ്യന്റെ മനസ്സാ, ഉള്ളിലിരിക്കുന്ന എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ലേ? അതെ. എന്താണെങ്കിലും ഇവരുടെ വീഡിയോ അടിയിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. അങ്ങനെ ആ അങ്കിളിനൊരു വീട്ടു ജോലിക്കാരി വേണമായിരുന്നു, അതിന് അമ്മയെ വിട്ടുകൊടുത്തു. നല്ലപോലെ ചേച്ചി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നിങ്ങളുടെ അമ്മയുടെ മനസ്സ് ആദ്യം കാണൂ. ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ്, അതും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ വിഷമം തോന്നി. ബിക്കോസ് ഫുഡ് ഒരാളുടെ ചോയ്സ് ആണ്, അതും ഈ പ്രായത്തിൽ. സോ മേലിൽ ഇമാതിരി കോണ്ടന്റ് ആയി വന്നിട്ട് എയർ കയറിയിട്ട് കമന്റ് ഇട്ടവരെ നേര് ഡയലോഗ് അടിക്കരുത്. സോ പ്രൊഫസർ മാഡം ബി കെയർഫുൾ. വീഡിയോ ഇടുമ്പോൾ ഓവർ സ്മാർട്ട്നെസ് ചിലപ്പോൾ എയറിൽ പോകും. പല വീഡിയോയിൽ നിങ്ങളും ഇങ്ങനെ ആയിരുന്നു. എന്തൊക്കെ ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഫസർ ആണല്ലേ, ഓക്കെ, വോട്ടെവർ. അപ്പോൾ എനിക്കും ഇത്രേ ഉള്ളൂ പറയാൻ. പേഴ്സണൽ ചോയ്സ് ആണ് ഭക്ഷണമൊക്കെ ഓരോരുത്തരുടെ. മക്കള് കെയർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ഹെൽത്ത് ഡയറ്റൊക്കെ അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ചേച്ചിയുടെ മോക്ക് അങ്കിളിന്റെ ചോയ്സസിന് വിലയുണ്ട്, സ്വന്തം അമ്മയുടെ ചോയ്സിന് വിലയില്ല. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വീണതാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.